പഹൽഗാമിൽ നിന്നും ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, ഇപ്പോൾ വിനീത പറഞ്ഞതുപോലെ ഏറ്റവും നിർണായകമായ ചർച്ചകൾ അവിടെ ഡൽഹിയിൽ നടക്കുകയാണ്. അല്പസമയം മുൻപ് ഈ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കും, ഇന്ത്യയെ വിരട്ടാമെന്ന് കരുതേണ്ട തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ അതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ചില സൂചനകൾ വരുന്നു, ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ്. 7:30 വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിലൊരു പക്ഷേ പാകിസ്ഥാനുമായുള്ള ഈ നയതന്ത്ര സഹകരണം അത് പൂർണ്ണമായും റദ്ദാക്കുന്നതടക്കമുള്ള ചില തീരുമാനങ്ങൾ അറിയിക്കാനാണോ എന്നൊക്കെയുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് അത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നിപ്പോൾ ഈ പഹൽഗാമിൽ നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശനം നടത്തിയിരുന്നു. അവിടെ ഈ വെടിവെപ്പുണ്ടായ അല്ലെങ്കിൽ ഈ ആക്രമണം ഉണ്ടായ ഇടത്ത് പോയി തന്നെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. നമുക്ക് ലഭിക്കുന്ന അത്തരം വിശദാംശങ്ങൾ എന്താണ് ബൽറാം? പ്രജിൻ, ബൈസറണിൽ ആക്രമണമുണ്ടായ ഗ്രൗണ്ട് സീറോയിലെത്തി സാഹചര്യം വിലയിരുത്തി അവിടെയുള്ള നാട്ടുകാരുമായും പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുമായും പരിശോധനയ്ക്കെത്തിയ NIA സംഘവുമായും സംസാരിച്ച ശേഷമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങിയത്. അവിടെ ഒരു ഉന്നതതല യോഗം, അത് ഈ പ്രതിരോധ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഈ യോഗത്തിൽ താൻ നേരിട്ട് കേട്ടറിഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം യോഗത്തിൽ വിശദീകരിക്കും. തുടർന്ന് ഈ പ്രദേശത്ത് ഉണ്ടായ സാഹചര്യം, നിലവിലുള്ള സാഹചര്യം, ഇതിന് നൽകേണ്ട മറുപടി എന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. ആഭ്യന്തരമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചുമതല ആഭ്യന്തരമായ സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ്. ഈ നിലവിലെ സാഹചര്യം അദ്ദേഹം വിലയിരുത്തി മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ കൈമാറി വീടുകളിലേക്ക് അയക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കി. ഇവിടെ എത്തിയ വിനോദസഞ്ചാരികളെ സുരക്ഷിതരാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. ഇനിയുള്ളത് മറുപടി എന്നുള്ളതാണ്. അത് ഇന്നത്തെ യോഗത്തിലായിരിക്കും തീരുമാനം എടുക്കുക. നേരത്തെ ഇന്ത്യ നേരിട്ട വലിയ ഭീകരാക്രമണങ്ങൾ, അത് ഉറി ഭീകരാക്രമണത്തിന് പകരമായി സർജിക്കൽ സ്ട്രൈക്കും പുൽവാമയിലെ ഭീകരാക്രമണത്തിന് പകരമായി ബലാക്കോട്ടിലെ വ്യോമാക്രമണവും നടത്തിയതിന് സമാനമായി ഇവിടെ നിഷ്കളങ്കരായ ഒരു കൂട്ടം ആളുകളുടെ, സാധാരണക്കാരുടെ ജീവനെടുത്ത ഭീകരവാദികൾക്ക്, അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഏത് തരത്തിലുള്ള മറുപടിയാണ് ഇന്ത്യ കരുതി വച്ചിരിക്കുന്നത് എന്നുള്ളതിൽ തീരുമാനം അല്പസമയത്തിനകം നമുക്ക് അറിയാൻ കഴിയും. നയതന്ത്ര തലത്തിൽ ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും, അത് ഏതാണ്ട് ഉറപ്പാണ്. പാകിസ്ഥാന്റെ കരങ്ങൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതായുള്ള പ്രാഥമിക തെളിവുകൾ ഇന്ത്യക്ക് മണിക്കൂറുകൾക്കകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇതിനു പിന്നിൽ പാക് ബന്ധമുള്ള ഭീകരവാദികൾ, പാകിസ്ഥാനിൽ ഇരുന്നുള്ള നിയന്ത്രണവും ഇതിനു പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ തെളിവുകൾ നിരത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യക്ക് പിന്തുണയുമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ എത്തിയിരുന്നു. ആ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന് ഈ ആക്രമണത്തിനുള്ള പങ്ക് തുറന്നു കാണിച്ച് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളായി തന്നെ ഈ ജമ്മു കശ്മീർ വിഷയവുമായി മുൻനിർത്തിക്കൊണ്ട് പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നു. അതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇന്നത്തെ യോഗത്തിന് മുന്നോടിയായും നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ സൈനികപരമായി എന്ത് നടപടി എന്നുള്ളതും നിർണായകമാകും. ശക്തമായ മറുപടി ഇക്കാര്യത്തിൽ വേണം എന്നുള്ളത് ആവശ്യം രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാതിരിക്കാൻ രാജ്യത്തിനാവില്ല, സുരക്ഷാ സേനയ്ക്ക് ആവില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തീരുമാനം, അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.